പൊതു തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ബി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കാര്യമായ സീറ്റൊന്നും കിട്ടാതിരുന്ന കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് മോദി നേരിട്ട് നേതൃത്വം നൽകും. ഇതെല്ലാം ബി തോൽക്കുമെന്ന് പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളാണ്. അതാണ് മോദിയെ തന്നെ ഇറക്കി ബി പ്രചരണം കൊഴുപ്പിക്കുന്നത്. 2014-ലും 2019-ലും വലിയ വിജയത്തോടെ രാജ്യത്ത് അധികാരത്തിലെത്തിയെങ്കിലും കേരളത്തിൽ നിന്നും ഒരു MP-യെ പോലും ലോക്സഭയിലേക്ക് എത്തിക്കാൻ ബി സാധിച്ചിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവും ബി പ്രചരണം കേന്ദ്രീകരിക്കുന്നതും. ബി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലൊന്നാണ് കേരളത്തിലേത്. അതും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ പത്തനംതിട്ടയിൽ. പാർട്ടി ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന തിരുവനന്തപുരത്തോ തൃശൂരിലോ പ്രചരണം ആരംഭിക്കാതെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് പിന്നിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണെന്നതിൽ ഒരു സംശയവും വേണ്ട. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതിന്റെ ചുവടുപിടിച്ചാണ്. 2019-ൽ കെ സുരേന്ദ്രൻ മത്സരിച്ച പത്തനംതിട്ടയിൽ ബി മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിലും 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിരുന്നു. ശബരിമല വിഷയവും അന്ന് ബി വോട്ട് വർധനയിലേക്ക് നയിക്കുകയുണ്ടായി. സുരേന്ദ്രൻ തോറ്റിടത്ത് അനിൽ ആന്റണിയാണ് ഇത്തവണ മത്സര രംഗത്ത്. PC ജോർജ് മത്സരിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി അനിൽ കളത്തിലിറങ്ങിയത്. ഏതായാലും ബി നിന്നും അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അടുപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ വരവ് സഹായിക്കുമെന്നാണ് ബി പ്രതീക്ഷ. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ LDFും UDFും സ്വീകരിച്ച നിലപാട് മുതൽ ഒടുവിലത്തെ ഇന്തിഫാദ വിവാദം വരെ മണ്ഡലത്തിൽ ബി പഴറ്റുന്നുണ്ട്. ഇനി തമിഴ്നാടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുമായുള്ള തർക്കത്തിൽ AIADMK മുന്നണിയിൽ നിന്നും പുറത്തുപോയതോടെ ദ്രാവിഡ മണ്ണിൽ ബി നില വരുന്നതിലാണ്. ഒപ്പമുള്ള ചെറുകക്ഷികളെ കൂട്ടുപിടിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിരിക്കും ഇനി ബി ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PMKയെയും നടൻ വിജയകാന്തിന്റെ DMDKയെയും മുന്നണിയുടെ ഭാഗമാക്കാൻ ബി ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ വിവേചന നയങ്ങളും സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധവും ചൂണ്ടിക്കാട്ടി DMK രംഗത്തിറങ്ങുമ്പോൾ സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ബി ആയുധമാക്കുന്നത്. ഇനി നടൻ ശരത് കുമാറിന്റെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി തമിഴ്നാട്ടിൽ ബി സഖ്യത്തിൽ എത്തിച്ചതാണ് അടുത്തിടെ ബി സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ആശ്വസിക്കാൻ വകയുള്ള ഒരു കാര്യം. തിരുനെൽവേലി, കന്യാകുമാരി സീറ്റുകൾ നടൻ ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനകളുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രചരണത്തിന് പിന്നാലെ ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഹൈദരാബാദിലെത്തും. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ബി സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് തെലങ്കാന. സംസ്ഥാനത്തെ 17 ലോക്സഭാ സീറ്റുകളിൽ 4 സീറ്റുകൾ 2019-ൽ ബി സ്വന്തമാക്കിയിരുന്നു. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14% വോട്ടും 8 സീറ്റുകളും പാർട്ടിക്ക് സംസ്ഥാനത്തുണ്ട്. ദക്ഷിണേന്ത്യ സ്വപ്നം കണ്ടിറങ്ങിയ ബി അത് നേടാൻ സകല കളികളും കളിക്കുന്നുണ്ട്. പക്ഷേ ഫലം വരുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാവുമെന്നതിൽ ഒരു സംശയവും വേണ്ട.